ഷാജീസ് ക്രിയേഷൻസ് കാഞ്ഞിരപ്പുഴയാണ്. ഇന്നൊരു ബെഡ്ഷീറ്റ് കേട്ടോ ചെയ്യണത്. പഴയ ചുരിദാറുകളൊക്കെ വെട്ടിയെടുത്തിട്ടാട്ടോ ഞാനത് ചെയ്തത്. പഴയതായതുകൊണ്ട് തന്നെ ഒക്കെ ചുളിഞ്ഞിരിക്കുന്നു കേട്ടോ. അതൊക്കെ ഞാൻ തേച്ച് ശരിയാക്കി എടുത്തു. ഇതിന് ശരിയായ അളവൊന്നുമില്ല കേട്ടോ. ഒരു ഏകദേശം അളവിൽ വെട്ടിയത്. നമുക്ക് ഏത് മോഡലിലും ഏത് അളവിലും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉള്ള തുണികൾക്കനുസരിച്ച് ഞാൻ അങ്ങനെ വെട്ടിയെടുത്ത് ഉണ്ടാക്കിയതാണ്. ബെഡിൽ വിരിക്കാൻ പാകത്തിന് ബെഡിൻ്റെ അളവെടുത്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് നീളം കൂടിയ പീസുകളും കുറച്ച് നീളം കുറഞ്ഞ പീസുകളായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അത് ഓരോന്നും അങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ മുകൾ ഭാഗത്തുനിന്ന് അടി വരെ മുറിക്കാത്ത നീളം കൂടിയ പീസ് ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞാൻ അധികമൊന്നും ആയിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഈ പീസുകളൊക്കെ ഒരു ഡബിൾ മുണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് വെച്ചാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ മുണ്ട് നല്ല നീളത്തിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് നടുവേ കട്ട് ചെയ്തതിന് ശേഷം അത് വീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഓരോ പീസും അതിൻ്റെ മുകളിൽ വെച്ച് പിന്നെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ അറേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് അങ്ങനെ ഓരോ തുണികളിലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓരോ പീസ് കഴിഞ്ഞിട്ട് ഇന്ന പീസാണെന്ന് അങ്ങനെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഡബിൾ മുണ്ടിൽ ഞാൻ പിന്നെ അതിനോട് കൂട്ടി ജോയിൻ ചെയ്തിട്ടില്ല. ഓരോ പീസുകൾ മാത്രം തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ അതിൽ മൊത്തമായിട്ട് ഡബിൾ മുണ്ടിൽ മൊത്തമായിട്ട് യോജിപ്പിച്ചത് കേട്ടോ. ചെയ്യണവർക്ക് അല്ലാത്ത രീതിയിലും ചെയ്യുക. ആദ്യം ഡബിൾ മുണ്ട് വെച്ചിട്ട് തന്നെ അടിച്ച് പിടിപ്പിക്കുക. പക്ഷെ അത് അങ്ങനെ പിടിപ്പിക്കൽ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാനിങ്ങനെ ചെയ്തത്. ഇത് ലാസ്റ്റ് വരെ എത്തിട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ബാലൻസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ, അങ്ങനെ പീസുകൾ, അതൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു. ഇതിങ്ങനെ ചെയ്യാൻ ഡബിൾ മുണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല. അടുത്തുള്ള ഏത് തുണികളായാലും എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നീളവും വീതിയൊക്കെ കിട്ടണത് അതല്ലേ. അപ്പോൾ പഴയ മുണ്ടായാലും നമ്മൾ ഉപയോഗിക്കാത്ത ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്താൽ മതി. ഇത് വലിയ ബെഡിന് ഇടാൻ വേണ്ടി കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നീളം വീതിയൊക്കെ അതിനനുസരിച്ച് വലിയതാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അളന്ന് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ബെഡിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പഴയ തുണികൾ വെച്ച് ചെയ്തതാണെന്ന് കണ്ടാൽ അങ്ങനെ പറയൊന്നുമില്ല. പീസുകളൊക്കെ യോജിപ്പിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഡബിൾ മുണ്ടിൽ അത് വെച്ച് പിടിപ്പിക്കണത്. അതിൻ്റെ 4 സൈഡും ആദ്യം യോജിപ്പിക്കുക. പീസുകൾ പിടിപ്പിച്ച ഭാഗത്തു കൂടെ ബെഡ്ഷീറ്റിനെ യോജിപ്പിച്ച് സെൻറ്ററിൽ കൂടെ അതിൻ്റെ സ്റ്റിച്ച് വരുന്നില്ലേ അതേപോലെ മേലെന്ന് താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ വർക്ക് പൂർത്തിയായിട്ടോ. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് വേറെ ഒരു പണിയും കൂടി ഉണ്ട്. അതിന് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പീസ് എടുത്തിട്ട് 4 സൈഡിൽ കൂടെ അങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നണില്ലേ. പക്ഷെ ഞാൻ ബെഡിലിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ലാസ്റ്റ് ഇതാട്ടോ ഞാൻ ബെഡിൽ വിരിച്ചത് കാണാൻ നല്ല ഭംഗിയില്ലേ. വീട്ടിൽ പഴയ തുണികളൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. വെറുതെ കളയുകയാണെങ്കിൽ അതൊരു ഉപയോഗമാവില്ലേ. കാണാനും നല്ല ഭംഗിയുണ്ട്.